إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. വളരെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ നമ്മൾ തീരെ ഓർക്കാതെ പോകുന്നത്, അതല്ലെങ്കിൽ നമ്മളിൽ പലരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, നമുക്കിടയിൽ നിന്ന് കുറേ കണ്ണികൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. ആ അറ്റുപോയ കണ്ണികളിൽ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ട്, നമ്മുടെ കളിക്കൂട്ടുകാർ, നാട്ടുകാർ, അയൽവാസികൾ. പലരും നമ്മളിൽ നിന്നായി വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മളും ആ കണ്ണിയിൽ ഒരംഗമാണ് എന്നുള്ളത് ഓർക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അതല്ലെങ്കിൽ പലപ്പോഴും നമ്മളത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നാം അറിയേണ്ടതുണ്ട്, ഈ അറ്റുപോയ കണ്ണികളിൽ ഇന്നല്ലെങ്കിൽ നാളെ, ഈ നിമിഷമല്ലെങ്കിൽ അടുത്തൊരു നിമിഷം നാം അതിലൊരു കണ്ണിയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ നല്ലവണ്ണം ഓർക്കേണ്ടതുണ്ട്. സാലിഹ് അൽ ഫൗസാൻ അതേ വിഷയ സംബന്ധമായി രചിച്ച ഒരു റിസാലയിൽ വളരെ ഭംഗിയായ ആ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൻതലാ തസ്അൽ മതാ തമൂത്ത്, നിങ്ങൾ ചോദിക്കേണ്ട നിങ്ങൾ എപ്പോൾ മരിക്കുമെന്നുള്ളത്. വല ഐന തമൂത്ത്, നീ എവിടെ വെച്ചുകൊണ്ടാണ് മരിക്കുക എന്നുള്ളതും നീ ചോദിക്കേണ്ടതില്ല. കാരണം ലിഅന്ന ഹാദാ അംറുൻ ലാ യഹ്താജു ഇല സുആൽ, കാരണം ഇത് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം അംറുൻ മഫ്റൂഉൻ മിൻ വലാ ബുദ്ദ അൻ യകൂൻ, കാരണം ഇത് സുനിശ്ചിതമായ കാര്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലേ, നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയ കാര്യമാണ്. ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും, നബിയെ പറഞ്ഞു കൊടുക്കുക, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എൻ്റെയും നിങ്ങളുടെയും റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് എന്നൊരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞത്, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദി വക്കില ബിക്കും, നിങ്ങളുടെ മരണം ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. ആ മലക്കിനെ സംബന്ധിച്ചിടത്തോളം ആ സമയമായാൽ ആ മലക്ക് നിർവഹിക്കും.
ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. എൻ്റെയും നിങ്ങളുടെയും ഒരു അജല് അത് എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് സാലിഹ് അൽ ഉസൈമീൻ ഫൗസാൻ അല്ല സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ട് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കേണ്ടതില്ല. എപ്പോൾ മരിക്കും, എവിടെ മരിക്കും, എങ്ങനെ മരിക്കും എന്ന് ചോദിക്കേണ്ടതില്ല. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യമാണ്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, നിന്റെ പക്കൽ മറുപടി അനിവാര്യമായും ഉണ്ടാകേണ്ടത്, അതുപോലെ തന്നെ നിന്റെ മനസ്സിൽ നീ സദാസമയം ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ചോദ്യമുണ്ട്. ആദ്യത്തേത് എന്താ? നീ മരിക്കുമെന്നോ, എവിടെ മരിക്കുമെന്നോ, എങ്ങനെ മരിക്കുമോ, എവിടെ മരിക്കുമെന്ന് ചോദിക്കേണ്ടതില്ല. മറിച്ച് നിന്റെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്തെന്നറിയോ? അല ഹയ്യി ആലിൻ തമൂത്ത്. നീ ഏതൊരവസ്ഥയിലാണ് മരിച്ചു പോകുക എന്നുള്ളത് നീ നിന്റെ മനസ്സിനോട് ഇടക്കിടക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്ന് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹം നമ്മെ ഉണർത്തുന്നത് അദ്ദേഹത്തിൻ്റെ റിസായിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സത്യമാണ് സഹോദരങ്ങളെ. കാരണം എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ ഈ ആയുസ്സിനിടയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരുടെയും മരണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് നമ്മൾ ഉണർത്തിയിട്ടുണ്ട്, അല്ലേ? നമ്മളെല്ലാ ഖുതുബയിലും ക്ലാസ്സുകളിലും ആമുഖമായി അതിന് മുഖദ്ദിമായി കേൾക്കുന്ന ഒരു ആയത്താണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീൻ ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുതെന്നാണ്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്. ഇബ്രാഹിം നബി ഇസ്ലാമും യാഖൂബും തൻ്റെ മക്കൾക്ക് വസിയത്ത് നൽകുന്ന വസിയത്തിൽ നിന്ന് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നേർക്ക് നമ്മളോട് പ്രവാചകന്മാർ അവരുടെ മക്കൾക്ക് നൽകിയ വസിയത്തുകളിലൊക്കെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഈ ഖുതുബ കേൾക്കുന്ന ഓരോരുത്തരും ആലോചിക്കേണ്ടത് മരിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് മരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്നറിയോ? നമ്മുടെ ആ അവസാനമാണ് നമ്മളെ പരിഗണിക്കുക എന്നുള്ളതാണ്, അല്ലേ? നല്ല പര്യവസാനമുണ്ട്, മോശമായ പര്യവസാനമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഹുസ്നുൽ ഖാത്തിമ, അതേപോലെ തന്നെ വസൂഉൽ ഖാത്തിമ, നല്ല പര്യവസാനവും അതുപോലെ തന്നെ മോശമായ പര്യവസാനവും. അതുകൊണ്ട് ആ നല്ലൊരു പര്യവസാനത്തിലേക്ക് എത്തപ്പെടാനുള്ള പ്രയത്നങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം ദുനിയാവ് എങ്ങനെയാണ്? മനുഷ്യന്മാരെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ ആദർശം നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് നമ്മുടെ വ്യവസ്ഥിതി തന്നെ, അല്ലേ? അതുകൊണ്ട് എല്ലാ മേഖലകളിലും നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ യാത്രകൾ എല്ലാം സഹോദരങ്ങളെ നമ്മളെ ഈമാനിന് തെറ്റിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിവെക്കണം, അല്ലേ? മോശമായ ഒരു അവസ്ഥയിൽ ചെന്നിരുന്ന സന്ദർഭത്തിലാണ് മലക്കുൽ മൗത്തിൻ്റെയും നിങ്ങളെയും റൂഹിനെ പിടിക്കുന്നത് എങ്കിൽ സഹോദരങ്ങൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരു റഹ്മത്ത് പോലും നമുക്ക് ലഭിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ മരണം സംഭവിച്ചേക്കാം. അള്ളാഹു അതിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ലൊരു മരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിന് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു കാര്യം അതിനുവേണ്ടി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രണ്ടാമതായി ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് മരിക്കുമെന്നുള്ളതൊരു ഉറപ്പാണ്. പക്ഷെ അടുത്തൊരു കാര്യം എന്താണെന്നറിയോ? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. ഓരോ ആത്മാക്കളും, ഓരോ മനുഷ്യനും അവൻ ശരിക്ക് ചിന്തിച്ചു മനസ്സിലാക്കണം. മാ ഖദ്ദമത് ലിഗദ്, എന്താണ് നാളേക്ക് വേണ്ടി നീ മുന്നൊരുക്കമായി ചെയ്തിട്ടുള്ളത് എന്ന്. കാരണം എന്താ? മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം മരണശേഷം നമുക്ക് ഉപകരിക്കുന്ന സംഗതികൾ എന്തൊക്കെ എന്നുള്ളത് ദീനുൽ ഇസ്ലാം നമ്മൾ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, എന്താണ് നാളേക്ക് വേണ്ടി നീ മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരും നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ട് അതേ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്ന് സഹോദരന്മാരെ അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു കണക്ക് കൂട്ടൽ നമുക്ക് ആവശ്യമാണ്, അല്ലെ? കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കണക്ക് നോക്കൂലേ? കാരണം എന്താ?
കച്ചവടം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, ലാഭത്തിലാണെങ്കിൽ അതൊന്നുകൂടി നന്നാക്കാൻ, നഷ്ടത്തിലാണെങ്കിൽ ആ നഷ്ടം പരിഹരിച്ച് വീണ്ടും ലാഭത്തിലേക്ക് എത്തിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കൂലേ. കഴിഞ്ഞ ദിവസങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു കണക്ക് കൂട്ടലുള്ള ആവശ്യമാണ്. നാളെ ഞാൻ എങ്ങനെയായിരിക്കണം, മരിച്ചു പോയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കണം, മരിച്ചു പോയാൽ എൻ്റെ കയ്യിൽ എന്തുണ്ടാകും, പാതയും എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ആലോചന, ഒരു വിചിന്തനം. സഹോദരങ്ങളെ, ഈ മരണം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേ, മൗത്തുൽ ഫജ്അ എന്ന അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പെട്ടെന്നുള്ള മരണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആലോചിക്കാൻ സമയമില്ല നമുക്ക്. അതുകൊണ്ട് ഓരോരുത്തരും നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കയ്യിൽ എന്തുണ്ട്, വരാനിരിക്കുന്ന ബർസഖ് ജീവിതം മുതൽ, മഹ്ശറ മുതൽ, വുഖൂഫ് മുതൽ, മീസാൻ മുതൽ, സ്വർഗ നരകങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന സന്ദർഭം വരെ വിജയിക്കാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് ഓരോരുത്തരും ആലോചിക്കൽ വളരെ അനിവാര്യമായ ഘട്ടമാണ്. ഇത് മാത്രമല്ല സഹോദരങ്ങളെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ബുദ്ധിമാന്മാരെ കുറിച്ച് പല സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയും അല്ലാഹുവിൻ്റെ റസൂലും നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദും അതുപോലെ തന്നെ തുർമുദിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ കയ്യിസു, ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ മൻ ദാന നഫ്സഹു, സ്വന്തത്തെ കീഴ്പ്പെടുത്തിയവനും അതുപോലെ തന്നെ വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവനാണ് അൽ കയ്യിസ്, ബുദ്ധിമാൻ എന്ന് പറയുന്നത്. കാരണം എന്താ, നമുക്ക് ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് നമ്മുടെ നഫ്സിനെ പിടിച്ചു വെക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ആരാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള അതിനെക്കുറിച്ച് പേടിക്കുകയും എന്നിട്ടോ വനഹൻ നഫ്സ അനിൽ ഹവാ, നമ്മുടെ ദേഹേച്ഛയെ ഒന്ന് പിടിച്ചു വെക്കുകയും ചെയ്തവൻ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവൻ്റെ സങ്കേതം അത് സ്വർഗമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ ഒരു 50-100 കിലോ ഒക്കെ പൊക്കും അല്ലേ, എത്ര ഭാരെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ ഒരുപാട് ആളുകളുള്ള സ്ഥാപനങ്ങൾ വളരെ ഭംഗിയായി കൊണ്ടു നടക്കാനൊക്കെ കഴിയും. പക്ഷെ ദേഹേച്ഛയെ പിടിച്ചു നിർത്താൻ നല്ല പ്രയത്നം ആവശ്യമുണ്ട്, നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലും പറഞ്ഞെടുത്തേക്ക് നമ്മളെ നഫ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം. അവനാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഹദീസിൻ്റെ ബാക്കി ഭാഗമായി അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വൽ ആജിസ്. ആജിസ് എന്ന് പറഞ്ഞാൽ ദുർബലൻ, മറ്റതിൻ്റെ നേരെ വിപരീതം. വൽ ആജിസ്, ആജിസ് എന്ന് പറഞ്ഞാൽ മൻ അത്ബഅ നഫ്സഹു ഹവാഹ, സ്വന്തത്തെ ഇച്ഛാനുസരണം ചലിപ്പിക്കുക അല്ലേ. നമ്മുടെ ദേഹേച്ഛക്കനുസരിച്ച് നമ്മൾ വിട്ടുകൊടുക്കുക. ദേഹേച്ഛ എന്താണ് ആവശ്യപ്പെടുന്നത്? കാരണം എന്താ, ദേഹം, ശരീരം എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, ശരീരം എന്ന് പറയുന്നത് അത് തിന്മ കൊണ്ടാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ. എപ്പോഴും നമുക്ക് ചായ ഒരു തിന്മയിലേക്കായിരിക്കും. നന്മയിലേക്ക് പോകാൻ പ്രത്യേക ഒരു പ്രയത്നം ആവശ്യമുണ്ട്. അതുകൊണ്ട് തിന്മയിലേക്ക് ചാഞ്ഞു പോകാതെ നമ്മുടെ നഫ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കണം. അതുകൊണ്ടാണ് ആജിസ്, ദുർബലൻ എന്ന് പറയുന്നത് മൻ അത്ബഅ നഫ്സഹു ഹവാഹ, ദേഹേച്ഛക്കനുസരിച്ച് ശരീരത്തെ കീഴ്പ്പെടുത്തുക. അതുപോലെ തന്നെ വതമന്ന അലല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ വ്യാമോഹം വെച്ച് പുലർത്തുക. എന്തായാലും രക്ഷപ്പെടും, കുറേ ആളൊക്കെ കഴിഞ്ഞു പോയില്ലേ അല്ലേ. ഇപ്പം നമ്മൾ പലപ്പോഴും സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പള്ളികളിലെ ഖബർസ്ഥാനങ്ങൾ പോയി നോക്കി, ആ ഒരു ഖബർ കണ്ടാൽ എന്താ ആളുകൾ വിചാരിക്കുക? അതിനെ സിമെൻ്റ് ഇട്ട് അതിൻ്റെ പേരൊക്കെ കുത്തിവെച്ച് അയാളുടെ പേരിൽ മഹത്വം പറഞ്ഞ്. സഹോദരങ്ങൾ, ആ മരിച്ചുപോയ ആളുടെ അവസ്ഥ ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും ഒരാൾക്കറിയോ? നമ്മളെ വിശ്വാസം എന്താ? അയാളെക്കുറിച്ച് പിന്നെ വാർഷിക പരിപാടികളിൽ, അനുസ്മരണ പരിപാടികളിൽ അദ്ദേഹത്തെക്കുറിച്ച് വാനോളം പുകഴ്ച, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളുടെ വിശ്വാസം മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കെന്നാണ്. എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനെ കുറിച്ച് വിചാരിക്കണമെങ്കിൽ നന്മ വിചാരിച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അവരിൽ നിന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം,
ഇബ്നു ഉമർ പറയാൻ, കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു ദിവസം അല്ലാഹുവിൻ്റെ റസൂലിനോടൊപ്പമായിരുന്നു. ഫജാഅഹു റജുലുൻ മിനൽ അൻസാരി, അൻസാരിൽപ്പെട്ട ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻസാരി അല്ലാഹുവിൻ്റെ റസൂലിന് സലാം പറഞ്ഞു. തുമ്മ ഖാല, പിന്നീട് ആ അൻസാരിയായ സഹാബി റസൂലയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, നബിയെ ആരാണ് ഏറ്റവും നല്ല മുഅ്മിൻ, അഫ്ളലായ മുഅ്മിൻ ആരാണ്? ആ ചോദ്യത്തിന് ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല മുഅ്മിൻ ആരാന്ന് അറിയാം? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അല്ലേ? ആർക്ക് പറയാൻ കഴിയും സഹോദരങ്ങളെ? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ഉണ്ട് സ്വഭാവം പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ ഇല്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലൊരു മുസ്ലിം എന്ന് മുഅ്മിനെ റസൂലുള്ളാഹി വിശദീകരിച്ചത് അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഏറ്റവും നല്ല മുഅ്മിൻ. എങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ മാറാൻ തയ്യാറാകണം. സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് ഞാനും നിങ്ങൾ മാറാൻ ശ്രമിക്കണം. കാരണം എന്താ? അവനാണ് ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമതായി അൻസാരിയായ സഹാബി റസൂലിനോട് ചോദിച്ചു, ഖാല ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, നബിയെ ഏറ്റവും നല്ല മുഅ്മിൻ ആരാണെന്ന് മനസ്സിലായി, നല്ല സ്വഭാവമുള്ളവനാണ്. എങ്കിൽ ഏറ്റവും നല്ല ബുദ്ധിമാനായ മുഅ്മിൻ ആരാണ്? ആ ചോദ്യത്തിന് നമ്മളോടാണ് ഒരാൾ ചോദിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനാരാണ്? ഏറ്റവും നല്ല പഠിപ്പിസ്റ്റായിരിക്കും അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പഠിക്കുന്നവനാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിമാൻ. അതുപോലെ തന്നെ നന്നായി കച്ചവടം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയും, ഓൻ എന്തൊരു ഷാർപ്പാന്ന് പറയും, ഭയങ്കര ബുദ്ധിയാണ്, ഓൻ്റെ കച്ചവടത്തിൻ്റെ രീതി കണ്ടില്ലേ എന്ന് നമ്മൾ പലപ്പോഴും ആളുകളെ കുറിച്ച് പറയാൻ. കളികളിൽ സംബന്ധിച്ച ആളുകൾ പറയും, എന്തോ ഒരു ബുദ്ധിയാന്ന് പറയും, നല്ല കളിയാണോ എന്ന് പറയും. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി, അൻസാരിയായ സഹാബി ചോദിക്കുകയാണ്, നബിയെ മുഅ്മിനുടെ കൂട്ടത്തിൽ അഖിയസ് ആരാണ്, ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ്? അന്നേരം റസൂൽ പറഞ്ഞെന്നറിയോ, അക്തറുഹും ലിൽ മൗതി ദിക്റ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവൻ ആരാണോ ഓനാണ് ബുദ്ധിമാനാണ്. കാരണം എന്താ? നമ്മൾ എന്ത് കളി കളിച്ചാലും ബുദ്ധിയുള്ള ഒരാൾക്കറിയാം മരണം എന്നുള്ള ഒരു അന്തിമ വരയുണ്ട്, അതിനേക്കാൾ അപ്പുറം ആരും പോകില്ല എന്ത് കളിച്ചാലും. അപ്പം അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ അളക്കാൻ നമുക്ക് സാധിക്കേണ്ടത് അക്തറുഹും ലിൽ മൗതി ദിക്റ, ഏറ്റവും കൂടുതൽ അവരുടെ കൂട്ടത്തിൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവൻ ആരാണോ, അതുപോലെ തന്നെ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനായി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. സഹോദരൻ, നമ്മുടെ കണ്ണിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ തീരെ ബുദ്ധിയില്ലാത്ത ആളാരാന്ന് പറയും, ഓൻ എന്താ എപ്പോൾ നോക്കിയാലും നിസ്കാരം, ഒരു നോമ്പ്, ഓന് കച്ചവടത്തിൽ ഹലാലും ഹറാമും എപ്പം നോക്കണം, എന്ത് പറഞ്ഞാലും ഓനക്ക് ഹറാമും ഹലാലും നോക്കണം, ഇങ്ങനെയൊക്കെ നോക്കിയാൽ ദുനിയാവിൽ ജീവിക്കാൻ പറ്റും, ഓനക്ക് എന്താണ് ഓൻ്റെ ബുദ്ധി എന്ന് നമ്മൾ ചോദിക്കും അല്ലേ? അല്പം ഒക്കെ ഒരു ദീനി അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന ആളുകളെ നമ്മുടെ കാഴ്ചപ്പാടുകൾ ബുദ്ധിയില്ലാത്തവനാണ്. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരിക്ക് കൊടുത്ത മറുപടിയിൽ ഒന്നാമത്തത് അക്തറുഹും ലിൽ മൗതി ദിക്റ, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവൻ ബുദ്ധിമാനാണ്. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, മരണാനന്തര ജീവിതത്തിന് ശേഷം ഏറ്റവും നന്നായി ഒരുങ്ങുന്നവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന്റെ അവസാനം, ഈ ഹദീസിന്റെ അവസാനമായി റസൂൽ പറഞ്ഞു, ഉലൈകൽ അഖിയാസ്, അക്കൂട്ടരാണ് ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരണാനന്തര ജീവിതം, അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കരുതി വെക്കുക എന്നുള്ളതാണ് അല്ലേ? എന്തെങ്കിലും ബോധപൂർവ്വം കരുതി വെക്കുക എന്നുള്ളതാണ്. കാരണം അദീബ് ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ മിൻകും അഹദുൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല നാളെ റബ്ബിനോട് സംസാരിക്കാത്തവരായി എന്ന് റസൂൽ പറഞ്ഞു. ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ, അല്ലാഹുവിനും നമുക്കിടയിൽ ഒരു പരിഭാഷകന്റെയും ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിനോട് സംസാരിക്കുക തന്നെ ചെയ്യും എന്ന് റസൂൽ പറഞ്ഞു. ഫയൻദുറു അയ്മന മിൻ ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ മിൻ അമലി, അന്ന് എന്ത് ചെയ്യും? നമ്മൾ ഓരോരുത്തരുടെ വലതുഭാഗത്തേക്ക് നോക്കും. റസൂൽ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നാളെ മഹ്ശറിൽ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ പ്രവൃത്തിയായി ചെയ്തു വെച്ചത് അതല്ലാതെ നിങ്ങളൊന്നും കാണുകയില്ല.
വയൻദുറു അശ്മഅ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. ഒരാൾ തൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കും. ആ ഇടതുഭാഗത്തേക്ക് നോക്കിയാലും എന്താണോ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയത് അതല്ലാതെ നമ്മൾ കാണുകയില്ല എന്ന് റസൂൽ പറഞ്ഞു. വയൻദുറു ബൈന യദൈഹി, നമ്മൾ എന്ത് ചെയ്യരോ നമ്മുടെ നേരെ മുമ്പിലേക്ക് നോക്കും. നാളെ പരലോകത്ത് എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് റസൂലുള്ള കാലക്കൂട്ടി നമുക്ക് പറഞ്ഞു തരുന്നത്. നാം ഓരോരുത്തരും നമ്മുടെ മുമ്പിലേക്ക് നോക്കും. റസൂലുള്ള പറഞ്ഞു ഫലാ യറാ ഇല്ലന്നാറ തിൽഖാഅ വജ്ഹി, നമ്മുടെ മുമ്പിൽ നരകമല്ലാതെ മറ്റൊന്നും നമുക്ക് കാണുകയില്ല. ഇടതും വലതും നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങൾ മുമ്പിൽ നരകമാണ്, മറ്റൊന്നും നിങ്ങൾക്ക് കാണുകയില്ല. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫത്തഖുന്നാറ വലൗ ബിശിഖി തംറ, ഒരു കാരക്കച്ചൂല് ദാനം നൽകിയിട്ടാണെങ്കിലും നിങ്ങൾ ആ നരകത്തെ തൊട്ട് കാത്തുകൊള്ളുക എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. എങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം നമ്മുടെ ഓരോ ചുവടുവെപ്പുകളും. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. മലക്കുൽ മൗത്ത് വിളിച്ചാൽ ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകിയേ മതിയാവും. എങ്കിൽ നാം അറിയണം ആ മലക്കുൽ മൗത്ത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും നമ്മുടെ ആത്മാവിനെ ഊരിയെടുത്താൽ എന്തുണ്ട് നമ്മുടെ കയ്യിൽ. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തെ നോക്കിയാൽ നന്മകളും തിന്മകളും തുലനം ചെയ്താൽ ഏതായിരിക്കും അതിൽ നമ്മൾ വിജയിക്കുക എന്നുള്ളത് നല്ലൊരു ബോധത്തോടു കൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين ما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ആയുസ് നൽകിയിട്ടുണ്ട്. അതൊരു വ്യത്യസ്തമാണ്. വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ ആളുകളുണ്ട്, അതുപോലെ തന്നെ മധ്യവയസ്കരായ ആളുകളുണ്ട്, വളരെ പ്രായം വരെ ജീവിച്ച ആളുകളുണ്ട്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ട്. വിശ്വാസികളെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യം, ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ നൽകിയ ആയുസ്സിൽ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ കാര്യം അല്ലേ, നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാകാം ഈ ആയുസ്സിനിടയിൽ. ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, മധ്യവയസ്കരുണ്ട്, ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യത്തിൽ നമ്മളെ പരലോകത്ത് ഉപകരിക്കുന്നത് എന്തുണ്ടാകുന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ പലരും മരിച്ചു പോയിട്ടുണ്ട്. ആ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സമ്പാദിച്ചുണ്ടാക്കിയതൊക്കെ അവരുടെ മരണത്തോടു കൂടി നശിച്ചു പോകുന്നതാണ് എങ്കിൽ പിന്നെ അവരെന്തിനാ സമ്പാദിച്ചത്? ആ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചു നോക്ക്. നമ്മളെ വല്ലാതെ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ ദുനിയാവിന് വേണ്ടി വല്ലാതെ പ്രയത്നിക്കുന്നുണ്ട് നമ്മൾ അല്ലേ. ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ സിംഹഭാഗവും നമ്മളോട് ആലോചിച്ച് നോക്കുക. നമ്മളെ മരണാനന്തര ജീവിതത്തിനാണോ, അല്ലെങ്കിൽ നൈമിഷികമായി ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ട ദുനിയാവിന് വേണ്ടിയിട്ടാണോ നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്നത് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ അധ്വാനം നമ്മൾ ഈ സമ്പാദിച്ചു കൂട്ടുന്നത് നമ്മളെ മരണാനന്തര മരണത്തോടു കൂടി നശിച്ചു പോകുന്നതാണ് എങ്കിൽ എന്തിനാ സഹോദരങ്ങളെ കുറെ നമ്മൾ സമ്പാദിച്ചത്? എങ്കിൽ നമ്മൾ മരണാനന്തര ജീവിതത്തിന് ഉപകരിക്കാത്തതാണ് നമ്മൾ സമ്പാദിച്ചു കൂട്ടിയത് എങ്കിൽ നമ്മളെക്കാളും വിഡ്ഢികൾ വേറെ ആരുള്ളത്? നമ്മൾ എന്തുണ്ടാക്കി? നമ്മൾ ആയുസിൻ്റെ നമ്മൾ ഈ അധ്വാനവും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും ചെലവഴിച്ച് ഈ സ്വരൂപിച്ച് കൂട്ടിയതൊക്കെയും ഈ മരണത്തോടു കൂടി നശിച്ചു പോകുന്നതാണെങ്കിൽ പിന്നെ എന്തിനാ സഹോദരങ്ങൾ നമ്മൾ സമ്പാദിച്ചത്? അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു ആയത്ത് ഉണർത്തുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നിശ്ചയം നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വനക്തുബു മാ ഖദ്ദമു വആതാറഹും, വനക്തുബു നാം രേഖപ്പെടുത്തും, മാ ഖദ്ദമു അവർ പ്രവർത്തിച്ചതും, വആതാറഹും അതിൻ്റെ അനന്തരഫലങ്ങളും. പറഞ്ഞെന്താ? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അനന്തരഫലം അത് നാളെ പരലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. വകുല്ലു ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, വളരെ കൃത്യമായൊരു രേഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്നുള്ളതാണ്.
സഹോദരങ്ങളെ, ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ തഫ്സീറിൽ സംഭവം കാണുന്നതെന്നറിയോ? മദീനത്തെ പള്ളിയിൻ്റെ കുറച്ച് ദൂരെ താമസിച്ചിരുന്ന അൻസാരിയായ ഒരു കുടുംബം അവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു പള്ളീൻ്റെ അടുത്തേക്ക് അവർ താമസം മാറ്റാൻ തീരുമാനിച്ചു. എന്തിനാ? പള്ളിയിലേക്ക് അടുത്തു വരാൻ, പെട്ടെന്ന് പള്ളിയിലേക്ക് എത്താൻ. ആ ചോദ്യത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത്. വനക്തുബു മാ ഖദ്ദമു വആതാറഹും. നിങ്ങൾ ദൂരത്ത് നടന്നു വന്നാൽ ആ നടത്തം പോലും നിങ്ങളെ പരലോകത്തേക്ക് ഒരു നന്മയായി രേഖപ്പെടുത്തും. അവർ പഴയ സ്ഥലത്തേക്ക് തന്നെ താമസം പോയില്ല. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറഞ്ഞു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വഖദ്ദമു ഐ ഫീ ഹയാതിന, നമ്മൾ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കെ പ്രവർത്തിക്കുന്ന നന്മകളിലൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം രേഖപ്പെടുത്തും. എന്നിട്ട് അള്ളാഹു പറഞ്ഞില്ല വആതാറഹും, അതിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞതിന് തഫ്സീറിന്റെ ഉലമാക്കൾ പറഞ്ഞു ഐ മാ തറകൂ ബഅദ വഫാതിഹിം, നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾ ബാക്കി വെച്ചു പോകുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ നന്മകളുടെ രേഖയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, മരണശേഷം നമുക്ക് വന്നു ചേരുന്ന നന്മകളെ സംബന്ധിച്ച് ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് റസൂൽ പറഞ്ഞു ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വ ഹസനാതിഹി ബഅദ മൗതി, നിശ്ചയം ഒരു മുഅ്മിനിന്റെ മരണശേഷം അവൻ്റെ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങൾ, നന്മകൾ അവന് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിലൊന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇൽമൻ അല്ലമഹു വനശറ, ഒന്ന് അറിവാൻ, ഇൽമാൻ. അതെങ്ങനെ? ഒന്ന് സ്വന്തം പഠിക്കുക, ആ പഠിച്ചത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച ഇൽമ കൊണ്ട് അമല് ചെയ്താൽ അത് നന്മയായി രേഖപ്പെടുത്തും. നമ്മൾ പഠിച്ചൊരു ഇൽമ മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു, അല്ലേ? ആ പറഞ്ഞു കൊടുത്ത ഇൽമ കൊണ്ട് ഒരാൾ എത്ര കാലമാണോ ദുനിയാവിൽ അമല് ചെയ്യുന്നത്, ആ അമല് ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതാണ് ആസാറഹും, അതിൻ്റെ അനന്തര ഫലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിൽ പറഞ്ഞത്. റസൂൽ വീണ്ടും പറഞ്ഞു വവലദൻ സാലിഹൻ തറക, സ്വാലിഹായ സന്താനങ്ങൾ ആരാണ് ഉപേക്ഷിച്ചു പോകുന്നത്, അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ ആ ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, അല്ലേ? നല്ല തർബിയത്തോടുകൂടി മക്കളെ വളർത്തിയാൽ ആ മക്കൾ ദുനിയാവിൽ ചെയ്യുന്ന നന്മകളുടെ ഒക്കെ ഒരു പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. മുസ്ഹഫൻ വറസ, അതുപോലെ തന്നെ മുസാഫ് എന്ത് ചെയ്യുക? തൗറീത്ത് ചെയ്യുക, അതിൻ്റെ അനന്തരമായ ആളുകൾക്ക് കൊടുക്കുക, മുസാഫ് വാങ്ങിയിട്ട് കൊടുക്കുക. സഹോദരങ്ങളെ, ഇതൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ട ജനവിഭാഗം ആരെന്ന് പറയും? ദുനിയാവിൽ അറബികളാണ്. നിങ്ങൾ നോക്കിയാൽ നമ്മുടെ പള്ളികളിൽ കാണുന്ന മുസാഫക്കാരുതാ. കേരളത്തിൽ എത്ര പള്ളികൾ കെട്ടിക്കോ ആ പള്ളിയിലുള്ള സിംഹഭാഗം മുസാഫകളും അറബികളും കൊടുത്താണ്. കാരണം എന്താ? അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് കൊടുക്കുകയാണ്. കാരണം എന്താ? അവർക്ക് ഹദീസിൽ കണ്ടിട്ടുണ്ട്. എന്താ? നിങ്ങളുടെ മരണശേഷവും നിങ്ങളുടെ അതിൻ്റെ ആധാറുകൾ നിങ്ങളുടെ മരണശേഷം വന്നെത്തും എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? ഇന്ന് സഹോദരങ്ങളിൽ ലോകത്ത് എത്ര ഭാഗങ്ങളിൽ സൗദി അറേബ്യ കൊടുക്കുന്ന മുസാഫുകളിൽ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇതൊരു വ്യക്തിയുടേതാണ്, അല്ലേ? സൗദി അറേബ്യയിൽ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് അടിച്ചിറക്കുന്ന മുസാഫുകൾ ലോകത്തിൻ്റെ എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവിടെയൊക്കെ മുസ്ലിങ്ങൾ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നു. ആ പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അതേപോലെ പ്രതിഫലം ആർക്ക് കിട്ടും? ഈ മുസാഫ് കൊടുത്ത ആളുകൾക്ക് കിട്ടും. നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇന്നും നമ്മൾ പള്ളി കെട്ടിയാലും മറ്റൊരാൾക്ക് മുസാഫ് ചോദിക്കല്ലേ? ഏതെങ്കിലും ഒരാൾക്ക് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പണം കൊണ്ട് ഒരു 10 മുസാഫ് വാങ്ങിയിട്ട് ഒരു പള്ളിയിൽ നിക്ഷേപിക്കാൻ? നമുക്കതൊരു ബോധ്യം വന്നിട്ടില്ല ഇതുവരെ. ആ ഓടുന്ന ആളുകൾ പ്രതിഫലം ലഭിക്കുന്നത് പോലെ കൊടുത്ത നമുക്കും കിട്ടും. അതിൻ്റെ ഒരു ബോധം വേണം. അതുപോലെ തന്നെ വമസ്ജിദൻ ബന, പള്ളികൾ നിർമ്മിച്ചു കൊടുക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും സഹോദരങ്ങളെ ഖിയാമത്ത് വരെ ഈ പള്ളി നിർമ്മിച്ചു തന്ന ആള്, അല്ലേ? ഇതൊരു അറബി നമുക്ക് സംഭാവന നൽകിയതാണ്. അത് കൂടാതെ ഇതിൻ്റെ സ്ഥലത്തിന് വേണ്ടി തന്ന ആളുകൾ അവർ ചിലപ്പോൾ ഓർത്തിട്ടേ ഉണ്ടാവില്ല. തന്നൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഖബറിലേക്ക് മുഅ്മിനീങ്ങളാണെങ്കിൽ അവരുടെ ഖബറിലേക്ക് നമ്മൾ നൽകുന്ന ഓരോ സുജൂദിൻ്റെയും പ്രതിഫലം അവർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ പ്രതിഫലം അവർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഖുർആൻ ഓതുന്നതിൻ്റെ പ്രതിഫലം അവർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു പള്ളി ഉണ്ടാക്കാൻ അവർ സഹായിച്ചു. അതൊരു ബോധം സഹോദരങ്ങൾ നമുക്കുണ്ടാക്കണം. മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യാത്രക്കാർക്കുള്ള, അല്ലേ? ഇപ്പം നിങ്ങൾ നോക്ക്, ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്താലും ഒരു മുസാഫർ ഖാന ഇല്ലാത്തൊരു സംസ്ഥാനം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിൽ അത് കേരളമാണ്. നിങ്ങൾ വേറെ ഏത് സംസ്ഥാനം, ബോംബെയിൽ പോയിക്കോ, മദ്രാസ് പോയിക്കോ, എവിടെ പോയാലും മുസാഫർ ഖാന കാണും. ഇതെന്തെന്നറിയോ? നമ്മുടെ പൂർവികരായ ആളുകൾക്ക്
ഈ ബോധമായിരുന്നു. യാത്രക്കാരായ ആളുകൾക്ക് താമസിക്കാൻ ഒരു മുസാഫർഖാന പണിയുന്നൊരു സ്വഭാവം നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. ഇന്നൊരു യാത്രക്കാരൻ ഒരു വാഹനം കേടായിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നമ്മൾ ഗേറ്റ് അടക്കും. അതൊരു ബാധ്യതയാകുമെന്ന് വിചാരിച്ചിട്ട്. യാത്രക്കാർക്ക് സക്കാത്തിൻ്റെ മുതൽ പോലും അവരവകാശികളാണ് യാത്രക്കാരായ ആളുകൾ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു പുഴ ഒഴുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കിണർ വെച്ച് കൊടുക്കുക. അതിന് അറബികളെ സമീപിക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? നമ്മുടെ നാട്ടിലൊരു കിണർ വേണമെങ്കിൽ അറബികൾക്ക് കത്തെഴുതു. ഇന്ന് സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ ഗ്രാമങ്ങളിൽ എത്ര ആളുകൾക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. എത്ര കിണറുകൾ പോയി, എന്ത് ചെലവ് വന്നാലും 1 ലക്ഷം രൂപയുടെ ചെലവിൽ ഒരു കിണർ വയ്ക്കാൻ എത്ര സമ്പത്തുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ. സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ മക്കൾ അനന്തര സ്വത്തായിട്ട് കൊണ്ടുപോകും. നിങ്ങളൊരു കിണർ ഒഴിച്ചു കൊടുക്ക്. എത്ര കാലമാണ് അതിൽ നിന്ന് മനുഷ്യരും അല്ലാത്തവരും വെള്ളം കുടിക്കുന്നത്. അതിൻ്റെ പ്രതിഫലം നമ്മുടെ പരലോകത്ത് നമ്മുടെ ഖബർ മുതൽ നമുക്ക് എത്തിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതകാലത്ത് ആരോഗ്യത്തിലും അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്ത സന്ദർഭങ്ങളിലും നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ നൽകുന്ന സ്വതക്കകൾ അതിൻ്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് റസൂൽ പറഞ്ഞു, 7 കാര്യങ്ങൾ ഒരു അടിമ മരിച്ചു പോയാലും അതിൻ്റെ നന്മകൾ, അതിൻ്റെ ആധാറുകൾ അവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ആ പഠിപ്പിച്ചതിലും ഒന്നാമതായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അല്ലമ ഇൽമൻ, ആരാണ് ഇൽമ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇൽമ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങൾ വലിയൊരു നന്മയാണ്. കാരണം ഉലമാക്കൾ പറഞ്ഞതുപോലെ തന്നെ ഇൽമ നൂറാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വഴികാട്ടിയും ജീവിതത്തിൽ പ്രകാശവും അതൊരു നൂറായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇൽമ പഠിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഏറ്റവും ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. സാമ്പത്തികമായി വലിയ പ്രയാസമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദീന് പഠിക്കാൻ എന്താ സഹോദരങ്ങളെ ചെലവുള്ളത്? നമ്മുടെ മുൻഗാമികളെ അപേക്ഷിച്ച് അവർ ദീന് പഠിക്കണം വലിയ സമ്പത്ത് ചെലവഴിച്ചിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും യാത്ര ചെയ്തിട്ടാണ് അവർ പഠിച്ചത്, അല്ലേ? ഉലമാക്കളെ തേടിയിട്ടാണ് താലിബുൽ ഇൽമ് പോയിരുന്നത്. വിദ്യാർത്ഥികൾ ഉലമാക്കളെ തേടിപ്പോവും. ഇന്ന് ഉലമാക്കൾ വന്ന് പള്ളിയിലിരിക്കും, നമ്മൾ നോട്ടീസ് അടിക്കും, എന്നിട്ട് ഉലമാക്കൾ ആളുകളെ പള്ളിയിലേക്ക് വിളിക്കും, ഒന്ന് ദീന് പഠിക്കാൻ ബാ. നമുക്ക് കച്ചവടം തടസ്സമാണ്, കളി തടസ്സമാണ്, വിനോദങ്ങൾ നമുക്ക് തടസ്സമാണ്, അല്ലേ? വാട്സാപ്പുകളും സോഷ്യൽ മീഡിയയും നമുക്ക് ഇൽമ പഠിക്കാൻ തടസ്സമാണ്. ഏറ്റവും ചെലവില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു, നേടാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. സുഹൃത്തുക്കൾക്ക് പലതും നമ്മൾ കൊടുക്കും, കടം കൊടുക്കും, അല്ലേ? മൊബൈൽ കൊടുക്കും, പലതും കൊടുക്കും. സഹോദരങ്ങളെ, ഏറ്റവും നല്ല സമ്മാനം എന്താണെന്ന് പറയുന്നത് സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു ദീനി സദസ്സിലേക്ക് ഒരു സഹോദരനെ കൈപിടിച്ച് കൊണ്ടുവരാന്നുള്ളതാണ്. കാരണം എന്താ? ആ ദീൻ പഠിക്കുക മുഖേന അത് അമലാക്കിയാൽ കാണിച്ചു കൊടുത്ത് എനിക്കും നിങ്ങൾക്കും ആ സഹോദരൻ ചെയ്യുന്ന നന്മയുടെ ഒരു പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. കാരണം തലമുറകളായ നന്മകൾ നിലനിൽക്കും. നമ്മൾ ആലോചിക്കാറുണ്ടോ പലപ്പോഴും? നമ്മൾ ഇന്ന് ഇവിടെ ഒരുപാട് ഹദീസുകൾ പറഞ്ഞു. ഇമാം ബുഖാരി പറഞ്ഞു, മുസ്ലിം പറഞ്ഞു, തുർമിദി പറഞ്ഞു, ഇബ്നു മാജ പറഞ്ഞു, നസായി പറഞ്ഞു. സഹോദരങ്ങളെ, ഈ പറയുന്ന ഒരു വാക്കിൻ്റെ നന്മ അവരുടെ മീസാനിലേക്ക്, അവരുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? സഹാബത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയാണ്, അല്ലേ? സഹാബത്ത് ത്യാഗം സഹിച്ച് ദീന് പഠിച്ചു. എന്നിട്ട് ആ സഹാബത്ത് നമ്മൾ ഇവിടെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇന്നും അവർക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ സഹാബികൾ പഠിപ്പിച്ചു തന്ന ദീൻ അമലാക്കുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഖബറിലേക്ക്, അവരുടെ ബർസഖിലേക്ക് അതിൻ്റെ നന്മകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അയിമ്മത്തുകൾ, ഇമാമിങ്ങൾ, 4 ഇമാമിങ്ങൾ, അതല്ലാത്ത ഇമാമിങ്ങൾ, മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ, നമുക്ക് ദീൻ പഠിപ്പിച്ചുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു നന്മ അവർക്ക് എത്തിക്കൊണ്ടേയിരിക്കും. എന്ന് മാത്രമല്ല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ആരെങ്കിലും ദീനുൽ ഇസ്ലാമിൽ നല്ല ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചാൽ ഫലഹു അജ്റുഹ, അവനെന്തുണ്ട്? ഒരു നന്മയുണ്ട്. എന്ന് മാത്രമല്ല, വഅജ്റു മൻ അമല ബിഹാ മിൻ ബഅദി, നമ്മളൊരു നന്മക്ക് തുടക്കം കുറിച്ചു. അതല്ലേ, ഒരാളൊരു പള്ളി ഉണ്ടാക്കി, എന്തിനേറെ ഒരാളൊരു കുടിവെള്ളം സ്ഥാപിച്ചു, എന്നിട്ടോ അത് ആരൊക്കെ ഉപയോഗിക്കുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലം എന്ത് ചെയ്യും? ഒരാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരാൾക്കൊരു ദീന് പഠിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ദീന് പഠിക്കാനുള്ളൊരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു,
ആ സഹോദരൻ ആർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തോ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈ. അയാൾക്കുള്ള ഒരു നന്മ അതൊന്നും കുറയൂല. അല്ലേ? ഇപ്പം നമ്മൾ മറ്റൊരാൾ മുഖേന ദീന് പഠിച്ചൊരു അമല് ചെയ്യാൻ, അമല് ചെയ്യുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും. അതേ പ്രതിഫലം നമ്മൾതൊന്നും കുറയാതെ ആരാണോ നമുക്ക് ആ ദീനു പഠിപ്പിച്ചു തന്നത് അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർത്തുകയാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅ, ആരെങ്കിലും മോശമായ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചാൽ കാന അലൈഹി വിസ്റുഹ, അതിൻ്റെ പാപഭാരം അവനുണ്ട് എന്ന് മാത്രമല്ല വവിസ്റു മൻ ആമില ബിഹാ മിൻ ബഅദി, അവന് ശേഷം അവൻ മരിച്ചു കഴിഞ്ഞാലും ആ തെറ്റായൊരു കാര്യം ആരൊക്കെ തുറത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരു വിധത്തൊരാൾ ദുനിയാവിൽ പഠിപ്പിക്കാൻ, അല്ലേ? ഖുർആനിൽ നിന്ന് ആദ്യമായി അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്ന് പറഞ്ഞ ഒരാളില്ലേ? അല്ലേ? അതുവരെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞു വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅ്ബദൂൻ വസ്അൽ മൻ അർസൽനാ മിൻ റസൂലിനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ, നിനക്ക് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കുക എന്നുള്ളൊരു ചോദ്യം ഖുർആനിലുണ്ട്. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കുക. ദുനിയാവിൽ ആരും ഓതാത്തൊരായത്താണ്, ആരും പറയാത്തൊരു അർത്ഥമാണ്. അത് പറഞ്ഞിട്ട് അത് വിശ്വസിച്ചിട്ട് പലരും അല്ലാഹു അല്ലാത്തോട് ദുആ ചെയ്യാണ്. ആ മനുഷ്യൻ മരിച്ചു പോയാലും തൗബ ചെയ്യാതെയാണ് മരിച്ചു പോകുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ വാദം കേട്ട് ഇവിടെ അല്ലാഹു അല്ലാത്തവരോട് ആരൊക്കെ ദുആ ചെയ്യുമോ അതിൻ്റെ ഒരു വിസ്ർ, അതിൻ്റെ ഒരു പാപഭാരം തുടങ്ങി വെച്ച മനുഷ്യനുണ്ട്. അല്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്തൊരു വിദഅത്ത്, അല്ലേ? ഒരുപാട് വിദഅത്തുകൾ ഓരോ വർഷം പുതിയതുണ്ടാകും. അല്ലേ? റാത്തീബ് അത് വിദഅത്താണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടില്ല. കാരണം എന്താ? ഏറ്റവും വലിയ തെളിവെന്താണെന്ന് അറിയോ? റാത്തീബ് മൊയ്‌ദി ഷേഖിന്റെ പേരിലാണ്. മൊയ്‌ദി ഷേഖ് മരിച്ചിട്ട് 400 കൊല്ലം, റസൂൽ മരിച്ചിട്ട് 114. അപ്പൊ 1000 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായ ഒരു കാര്യമാണ്. ഇപ്രാവശ്യം പുതിയ കാരണം എന്താ പറയുക? റാത്തീബിനൊരു വിളംബര ജാഥ ബാനർ കെട്ടിയിട്ട് മുസ്ലിമീങ്ങളെ റോട്ടിൽ നടത്തുക. ഒരു വിദഅത്ത്, ഒരു മോശമായൊരു കാര്യത്തിൽ തുടക്കം കുറിക്കുകയാണ്. ഇതാണ് സയ്യിഅത്ത്. ഏതൊക്കെ വിദഅത്തുകൾ, ഏതൊക്കെ ശിർക്കുകൾ ആദ്യമായി ഒരാൾ തുടക്കം കുറിക്കുന്നു, ആ തുടക്കം കുറിച്ച ആളുകൾക്ക് അതിൻ്റെ പാപമുണ്ട് എന്ന് മാത്രമല്ല അതിനെ പിമ്പറ്റി ദുനിയാവിൻ്റെ ഖിയാമത്ത് വരെ ആരൊക്കെ ആ പാപങ്ങൾ, ആ തെറ്റുകൾ ആവർത്തിച്ച് ചെയ്യുന്നു അതിൻ്റെ പാപഭാരം ഈ തുടക്കം കുറിച്ച ആളുകൾക്കുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. എന്ന് മാത്രമല്ല മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം ഷൈ, തുടക്കം ഈ കുറിച്ച ആളുടെ ഫോളോ ചെയ്ത ആളുകൾ പാപം ചെയ്യുമല്ലോ, ആ പാപം ചെയ്യുന്ന ആളുകൾക്ക് പാപത്തിൽ ഒരു കുറവുണ്ടാവില്ല, തുല്യമായ പാപം ഈ ചെയ്തു വെച്ച തുടക്കം കുറിച്ച ആളുകൾക്കും ഉണ്ടാകും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ വളരെയേറെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിക്കണം. എന്ന് മാത്രമല്ല ഈ പറയുന്ന രൂപത്തിൽ കുറേ കാലം ജീവിച്ചു മരിച്ചു പോവുക എന്നുള്ളതല്ല സഹോദരങ്ങളെ, മറിച്ച് നമ്മൾ ജീവിച്ചു മരിച്ചു പോയതിൻ്റെ ഒരു അഫർ ദുനിയാവിൽ ബാക്കി വേണം. അല്ലേ? കുറേ ആൾ മരിച്ചു പോയി, എന്താ അഫറുള്ളത്? പക്ഷെ ഇമാം ബുഖാരി മരിച്ചു എന്ന് നമ്മൾ പറയുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇമാം ബുഖാരി ജീവിക്കുകയാണ്. കാരണം എന്താ? ഇമാം ബുഖാരി റഹിമഹുള്ളയെ സ്മരിക്കാത്തൊരു ദിവസം, ഒരു സെക്കൻഡ് ദുനിയാവിൽ കഴിഞ്ഞു പോകുന്നില്ല. മുസ്ലിമിനെ, സ്വഹാബത്തിനെ, അല്ലാഹുവിൻ്റെ റസൂലിനെ. കാരണം എന്താ? അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരൊരു അസർ ഇവിടെ ബാക്കി വെച്ചു. അസർ എന്താ? ദീനാണ്. അവർ ബാക്കി വെച്ച അസർ എന്ന് പറയുന്നത് ദീനാണ്. ഇൽമൻ അല്ലമഹു വനശറ, ദീനത് പഠിക്കുക, അതെന്ത് ചെയ്യാൻ? ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. സഹോദരങ്ങൾ ആവർത്തിച്ചു പറയട്ടെ, നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം അത് ദീനാണ്, ഇൽമാണ്. പഠിക്കണം നമ്മൾ. കാരണം എന്താ? ദീനിന്റെ കാര്യം നമുക്കറിയാം, വലിയ മുസീബത്തിലാണ്, വലിയ ഫിത്നയിലാണ് ഇന്നിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം. ദീന് പഠിക്കാൻ ആർക്ക് സമയമില്ല, ആർക്ക് താല്പര്യമില്ല. സൗകര്യങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇല്ലായിട്ടല്ല സഹോദരൻ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ദീന് പഠിക്കാൻ ഏറ്റവും സൗകര്യമുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇൻഷാ അല്ലാഹ് 24-ാം തീയതി ഒരു ഇൽമിന്റെ സദസ്സ് നടക്കുകയാണ് ഈ പള്ളിയിൽ, ഈ മസ്ജിദിൽ നടക്കുകയാണ്. 24-ാം തീയതി വൈകുന്നേരം 4:30 മുതൽ 8:30 മണി വരെ. സഹോദരങ്ങൾ, അല്ലാഹുവിൻ്റെ ദീനാണ് പറയുക. ഖുർആൻ, സുന്നത്ത്, സഹാബത്ത് എന്ത് പറഞ്ഞോ അത് പഠിപ്പിക്കുന്ന ഒരു സദസ്സ്. അതല്ലാത്തത് നടക്കുന്നുണ്ട് സഹോദരങ്ങളെ. കുട്ടികൾ മദ്രസയുണ്ട്. വ്യാഴാഴ്ച ദിവസം സ്ത്രീകൾക്കുള്ള മതപഠന ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ അള്ളാഹുവിൻ്റെ കിതാബ്, കലാം, ഖുർആൻ അത് പഠിക്കാനുള്ള സൗകര്യം ഈ പള്ളി മസ്ജിദിലുണ്ട്. ഇതാ ഇൻഷാ അല്ലാഹ് 24-ാം തീയതി ബൃഹത്തായ ഒരു ക്ലാസ് ഇവിടെ നടക്കാൻ പോകുന്നു. വിശ്വാസികൾ ആവർത്തിച്ചു പറയട്ടെ, എന്നോടൊന്ന പോലെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സമ്മാനം ആത്മാർത്ഥമായി നൽകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ദീനായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ക്ഷണിക്കുക.
ദീന് പഠിക്കാൻ, തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കാൻ, പരലോകത്ത് നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കാൻ. ജീവിതം ഒന്നേ ഉള്ളൂ സഹോദരങ്ങളെ. എക്സാം ഏതെങ്കിലും ഒരു പേപ്പർ തോറ്റാൽ എസ്സേ നമുക്ക് പാസ്സാകാൻ സാധ്യതയുണ്ട്. കച്ചവടം അതിലൊന്ന് തോറ്റുപോയാൽ അതിനൊന്ന് വീണ്ടും നന്നാക്കാനുള്ള സൗകര്യമുണ്ട്. ഏതൊരു കാര്യത്തിനും നമുക്ക് അത് നന്നാക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിന് ജീവിതം അതൊന്നേ ഉള്ളൂ. അതൊരു പരീക്ഷണത്തിന് വെക്കാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഏറ്റവും നന്നായി നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളെ തിരിച്ചറിയാൻ, അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ ബാക്കി വെക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആവർത്തിച്ചു പറയട്ടെ, ഒരുപാട് ആയുസ് കാലം കൊണ്ട് ജീവിച്ച് മരിച്ചു പോവുകയല്ല, മറിച്ച് ഞാനും നിങ്ങൾ മരിച്ചു പോയാൽ നാളെ പിറ്റേന്ന എന്തെങ്കിലും ഒരു നന്മയിൽ സഹോദരങ്ങളെ എനിക്ക് ഓർക്കാൻ കഴിയും. എന്നെ ഈ ഒരു നന്മയിലേക്ക് വഴി നടത്തിയ ഒരു വ്യക്തിയെ എന്നും ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹത്തിനോട് അല്ലാഹുവിന്റെ ദുആ ചെയ്യാറുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണെങ്കിൽ ആ നന്മയിലേക്ക് വഴി കാണിച്ച വ്യക്തിയെ, ആ വ്യക്തിയുടെ രൂപവും സ്ഥലവും സമയവും എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടാകാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അതുപോലെ എന്നെ ഒരു നന്മയിലേക്ക് വഴി നടത്തിയ ഒരാളെ എനിക്ക് ഓർമ്മയുണ്ടാകുന്നത് പോലെ എന്നെ ഓർക്കാൻ ഒരാളെ നമ്മൾ ഉണ്ടാക്കി വെക്കണം. നിങ്ങൾ ഓരോരുത്തരെ നന്മയിൽ എന്നെ വഴി നടത്തിയത് ഇന്നയാളാണ് എന്ന് ഓർക്കാൻ ഒരാളെയെങ്കിലും സഹോദരങ്ങളെ ബാക്കി വെക്കണം. അവനായിരിക്കും നാളെ പരലോകത്ത് നമ്മുടെ വിജയത്തിനുള്ള ഒരു സാധ്യത എന്ന് മറന്നു പോകരുത്. ആവർത്തിച്ചു പറയട്ടെ, ഈ ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾ ഓർക്കണം, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുക, വിജ്ഞാനം കരസ്ഥമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയിൽ ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും ഇപ്പോഴത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.